അൽ-ഖസീം പ്രവിശ്യയിലാണ് പൊടിക്കാറ്റും മഴയും ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചത്. ഇന്നലെ രാത്രി മുതൽ കാലാവസ്ഥയിൽ മാറ്റമുണ്ടായതിനാൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. പല പ്രദേശങ്ങളിലും പൊടിക്കാറ്റടിച്ചതോടെ ദൂരക്കാഴ്ച കുറഞ്ഞ് കടുത്ത ഇരുട്ട് പരന്നു. ഇതേ തുടർന്ന് ഉച്ചസമയങ്ങളിൽ പോലും തെരുവുവിളക്കുകൾ കത്തി. ചിലയിടങ്ങളിൽ ശക്തമായ ആലിപ്പഴ വർഷവും ഉണ്ടായി. വൈകുന്നേരത്തോടെ റിയാദിൽ മഴ പെയ്തത് നേരിയ പ്രയാസങ്ങളുണ്ടാക്കി. പ്രധാന റോഡുകളിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ഖിങ്കാലിദ് വിമാനത്താവളത്തിൽ ചില വിമാനങ്ങൾ വൈകിയാണ് ലാൻഡ് ചെയ്തത്. രാജ്യത്തെ ചില മേഖലയിലേക്കുള്ള വിമാന സർവീസുകളെ പൊടിക്കാറ്റ് ബാധിച്ചതായി സൗദി എയർലൈൻസ് അറിയിച്ചു. ഫ്ലൈനാസ് ചില സർവീസുകൾ പുനഃക്രമീകരിക്കുകയും ചെയ്തു. തായിഫ് റിയാദ് എക്സ്പ്രസ് റോഡിൽ ദൂരക്കാഴ്ച കുറഞ്ഞത് ഗതാഗതത്തെ ബാധിച്ചു. പൊടിക്കാറ്റ് ശക്തമായതോടെ ട്രക്ക് ഡ്രൈവർമാരും യാത്രക്കാരും വിശ്രമ കേന്ദ്രങ്ങളിലും പെട്രോൾ പമ്പുകളിലും വാഹനം പാർക്ക് ചെയ്യാൻ നിർബന്ധിതരായി. പടിഞ്ഞാറൻ മേഖലയിലും പൊടിക്കാറ്റുണ്ടായി. ജിദ്ദ, മക്ക, തായിഫ്, യാംബു തുടങ്ങിയ പട്ടണങ്ങളും പൊടിക്കാറ്റിൽ മുങ്ങി. ജിദ്ദ ഇസ്ലാമിക് പോർട്ടിൽ കപ്പലുകളുടെ സഞ്ചാരത്തെയും പൊടിക്കാറ്റ് ബാധിച്ചു. പൊടിക്കാറ്റിനെ തുടർന്ന് ദൂരക്കാഴ്ച കുറവായതിനാൽ കപ്പലുകളുടെ നീക്കം നിർത്തിവെച്ചതായി മക്ക ഗവർണർ ട്വിറ്ററിൽ അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 ജിദ്ദ.